56ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പ്രൗഢോജ്വല തുടക്കം. 56 തിരിയിട്ട കൽവിളക്കിൽ ദീപം പകർന്നുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മേള ഉദ്ഘാടനം ചെയ്തു. 56 അധ്യാപകർ ചേർന്ന് പാടിയ സ്വാഗതഗാനവും നൃത്താവിഷ്കാരവും മലയാളത്തിന്റെ അഭിമാനകരമായ കലാപാരമ്പര്യം വേദിയിലെത്തിച്ചു. 56 തിരിയിട്ട കൽവിളക്കിലേക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദീപനാളങ്ങൾ പകർന്നതോടെ ഈ വർഷത്തെ കലാമഹോത്സവത്തിന് ഔപചാരികമായ തുടക്കമായി. സ്പീക്കർ എൻ ശക്തൻ, മന്ത്രിമാർ, മേയർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ മഹനീയ നിമിഷത്തിന് സാന്നിധ്യമേകി. ഒരുമിച്ചാൽ എന്തും നേടാമെന്നതാണ് കലോത്സവത്തിന്റെ പാഠമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് കലോത്സവം വിജയിക്കുന്നു എന്ന് മാത്രമല്ല, നമുക്കൊരു അനുഭവ പാഠം കൂടി തരികയാണ്. അപ്പീലുകൾ കുറയ്ക്കാനായതാണ് ഈ കലോത്സവത്തിന്റെ പ്രത്യേകതയെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ്. കോടതികളിൽ പോകുന്ന അപ്പീലുകളിൽ പോലും വിദ്യാഭ്യാസ വകുപ്പിന് അതിൻ്റെ അഭിപ്രായം പറയാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് അപ്പീലുകളുടെ പ്രളയം വലിയ ഒരളവോളം കുറക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കുട്ടികൾ ഒരുക്കുന്ന ചലച്ചിത്രങ്ങൾ മേളയിലെ മത്സര വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന് മുഖ്യാതിഥി സംവിധായകൻ ജയരാജ് പറഞ്ഞു. കുട്ടികളുടെ ചിത്രത്തിനുള്ള അവർ നിർമ്മിച്ച ചിത്രത്തിനുള്ള ഒരു അംഗീകാരം കൂടി ഈ കലോത്സവ വേദിയിൽ അതിനുള്ള അവസരം കൂടി കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമ ഇവിടെ നിന്നുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി 56 അധ്യാപകർ ചേർന്ന് പാടിയ സ്വാഗതഗാനത്തോടെയാണ് മേളയുടെ വേദി ഉണർന്നത്. നൃത്തച്ചുവടുമായി കുട്ടി കലാകാരന്മാർ എത്തിയതോടെ വേദി പുതിയ ഭാവങ്ങൾ സൃഷ്ടിച്ചു. ജി ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.